ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു ബീഫ് മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഒരു മന്തി മസാല റെഡി ആക്കണം. അപ്പോൾ അതിന് വേണ്ടി 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം പൊടികളാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓണാക്കിയിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചതച്ചതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി സ്റ്റവ് ഒന്ന് ഓണാക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇങ്ങനെ ചൂടാക്കിയെടുക്കുക. ഈ പൊടികളുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്നുണ്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ബീഫൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കിലോനോളം ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 1 കിലോൻ്റെ അളവ് ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 4 സവാള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില, പിന്നെ ഡ്രൈ ലെമൺ ഒരു 4 എണ്ണം, പിന്നെ ഒരു 3 നമ്മുടെ മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക്. അപ്പോൾ ഇഞ്ചും വെളുത്തുള്ളിയും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുതിനയിലും മല്ലിയിലും കൂടണ്ട കേട്ടോ. ചെറിയൊരു കൈപ്പിടി മാത്രം എടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇടുന്നത് കേട്ടോ. ഞാനത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 4 മീഡിയം സൈസ് തക്കാളി, ഒരു 2 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ കുക്കർ നല്ല കുണ്ടുള്ള കുക്കറായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് ഞാൻ പാത്രത്തിലേക്ക് ആദ്യം ഇട്ട് കേട്ടോ. ഇനി ഇതിലേക്കൊരു 3/4 കപ്പ് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്, സൺഫ്ലവർ ഓയിൽ. അപ്പം നിങ്ങൾ 1.5 കിലോനൊക്കെ ഉണ്ടാക്കാൻ വെച്ചാൽ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പൊടികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, ഒരു 3 ടേബിൾ സ്പൂണോളൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ബാക്കി അതിൽ തന്നെ വെക്കുന്നുണ്ട്. ബാക്കി ഒരു ടേബിൾ സ്പൂണ്, ഒരു 1.5 ടേബിൾ സ്പൂണോളം ഞാൻ ഇതിൽ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. അപ്പോൾ അല്ലാത്തതൊക്കെ ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മാഗി ക്യൂബ് ഇട്ടത് കൊണ്ട് അപ്പോൾ നോക്കിയിട്ട് വേണം ഉപ്പ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വിനേഗറും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു ബീഫ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണോളൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ഈ ഒരു ബീഫിൽ നിന്ന് തന്നെ നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇനി ഇത് അടച്ച് വെച്ചിട്ടൊരു 4 വിസിലടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് നന്നായിട്ട് വേവണം, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. പിന്നെ ഇത് ഞാൻ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബേ ലീഫ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സമയത്താണ് അത് ഇട്ട് നോക്കിയത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അരി കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അരി നന്നായിട്ട് കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് തന്നെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ അരിപ്പക്കൊട്ടിലേക്ക് ഇട്ട് ഊറ്റിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മന്തി റൈസാണ്. ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അത്യാവശ്യം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിതിൽ നിന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഫുള്ളായിട്ട് വേവിച്ചെടുക്കേണ്ട, ഒരു 3/4 വേവോളം മാത്രം മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. അപ്പം നമ്മളിതിൽ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ എന്നിട്ട് തന്നെ ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട്. ഇനി വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പം നമ്മൾ ദം ചെയ്യണ ആ ഒരു പാത്രത്തിലേക്കാണ് ഞാൻ ഈ ഒരു ബീഫ് ഒഴിക്കുന്നത്. എന്നിട്ട് ഇതിൽ കിടന്നിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ വറ്റി വരണം കേട്ടോ. അപ്പോൾ ബീഫൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള രീതിയിൽ തന്നെയാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പെരുന്നാൾ എല്ലാവരുടെ വീട്ടിലും ബീഫൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട, ഒരു വെറൈറ്റി മന്തി തന്നെയാണ്.
അപ്പോൾ ഇതിലേക്ക് തന്നെ ഞാൻ ആ ഒരു കുക്കറിലുള്ള ആ ഒരു ഇതിലത്തെ ആ ഒരു വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇനി വറ്റി വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ ഇവിടെ വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 3/4 വേവോളം ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഇതൊന്ന് ഊറ്റി മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ മന്തി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കടയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മന്തി റൈസ് പറഞ്ഞാൽ കിട്ടും കേട്ടോ. ഗോൾഡനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു ചോറൊക്കെ ഊറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ ബീഫിലത്തെ വെള്ളമൊക്കെ അങ്ങനെ വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മുടെ ആ ചോറിൽ ഈ ഒരു ബീഫിൻ്റെ ആ ഒരു ഫ്ലേവറൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് മേലെ ഒഴിച്ച് കൊടുക്കാനാട്ടോ. അപ്പോൾ അത് നമ്മുടെ ബീഫിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചോറ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ മേലായിട്ട് കുറച്ച് ചോറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഫുള്ളായിട്ടും ഇട്ട് കൊടുക്കുന്നില്ല. ആ ഒരു ചോറിൻ്റെ പകുതിയാണ് ഇതിൻ്റെ മേലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു ബീഫിൻ്റെ ഗ്രേവി ഇല്ലേ, അപ്പോൾ അത് ഇതിൻ്റെ മേലായിട്ട് തന്നെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി കളറൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ ഒരു മന്തിക്ക് ആ ഒരു കളറ് ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു വറുത്ത് വെച്ചുള്ള ആ ഒരു പൊടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇതിൻ്റെ മീതായിട്ട് തന്നെ കുറേശ്ശെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ പൊടി ഇട്ട് കൊടുത്തത് കഴിഞ്ഞ് വേറെ പച്ചച്ചോയ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു മന്തി. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കി കഴിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഇനി ബാക്കിയുള്ള ആ ഒരു ചോറും കൂടി ഇതിൻ്റെ മീതെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും ഞാൻ ഇതിൻ്റെ മീതെയായിട്ട് ആ ഒരു ബീഫിൻ്റെ ഗ്രേവിയും പിന്നെ ആ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്മോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്മോക്ക് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഇത് ഒരു അരമണിക്കൂറോളം ഇതൊന്ന് നമുക്ക് ദമ്മിലിടണം. ഒരു നല്ല ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ ഇട്ടോ. കാരണം നമ്മുടെ ഒരു ചോറ് ഒന്നും കൂടി വേവാനുണ്ട്. നമ്മൾ 3/4 വേവോളാണ് വേവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി ബാക്കിയുള്ള വേവ് നമ്മൾ ഈ ഒരു ദമ്മിൽ കിടന്നിട്ടാട്ടോ വെന്ത് കിട്ടേണ്ടത്. അപ്പോൾ ഞാനിവിടെ സ്മോക്ക് ചെയ്യുന്നുണ്ട്. കാരണം കുട്ടികൾക്ക് അത് ഇഷ്ടമാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്മോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2-3 ഒരു പച്ചമുളകും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചതും ഞാൻ ഒരു മൂടി വെച്ചതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേതായിട്ട് വെയിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂറോളം ദം ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മീതെ നിന്ന് നമുക്ക് ആ ഒരു ചോറ് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു ചോറൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം പിന്നെ ബീഫ് നമുക്കിതിൻ്റെ അടിയിലാണ് ഉള്ളത്. അപ്പോൾ അതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. നമ്മൾ സാധാരണ മന്തിയൊക്കെ എങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഇതിലത്തെ ഇറച്ചി വേറെ ഒന്ന് മാറ്റി വെക്കും. എന്നിട്ടൊന്ന് റൈസ് ഒന്ന് എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കില്ല ചെയ്യാം. അപ്പോൾ അതുപോലെ ഇനി ഈ റൈസ് നമുക്ക് ഈ ഒരു മസാലയുള്ള പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ബീഫ് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കുമ്പോൾ ചിലപ്പോൾ ഉടഞ്ഞു പോവുള്ളൂ. ഇനി പുറത്ത് പോയിട്ട് കടകളിൽ നിന്നൊന്നും കഴിക്കേണ്ട, വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബീഫ് മന്തി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി മന്തി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് എല്ലാവരോടും